കോഴിക്കോട് ബേപ്പൂരിൽ കഴുത്തറത്ത നിലയിൽ മധ്യവയസ്കനെ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. 4 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഹാർബറിന് സമീപത്തെ ലോഡ്ജിലാണ് കൊല്ലം സ്വദേശിയായ സോളമന്റെ മൃതദേഹം കണ്ടെത്തിയത്. ദൃക്സാക്ഷിയുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അഭിജിത്ത് മുഴക്കുന്ന പ്രതികരണം വരാൻ സമയമായില്ലെന്ന് തോന്നുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. പറയാം അഭിജിത്ത്. സോളമന്റെ മരണം കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. 4 പേരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അനീഷ് എന്നയാളുടെ പേരിലാണ് കഴിഞ്ഞ ദിവസം ഈ ലോഡ്ജിൽ റൂം എടുത്തിരുന്നത്. മൊത്തം 4 പേരാണ് ഈ റൂം എടുക്കുമ്പോൾ ഉണ്ടായിരുന്നതെന്ന് ഈ ലോഡ്ജിന്റെ ഉടമ പറയുന്നു. പിന്നീട് എപ്പോഴാണ് സോളമൻ ഈ മുറിയിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ രാവിലെ അദ്ദേഹം ഈ മുറിയിലേക്ക് കയറിയപ്പോഴാണ് ആദ്യം രക്തം കാണുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ കഴുത്തറുത്ത നിലയിൽ സോളമന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം പോലീസിനെ വിവരമറിയിച്ചു. നിലവിലിപ്പോൾ ACP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഒരു പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതിനൊടുവിലാണിപ്പോൾ കൊലപാതകം തന്നെ എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ മുറിയിൽ നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മദ്യപാനത്തിനിടെയുണ്ടായ ഏതെങ്കിലും തർക്കമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസ് ഒരു പരിശോധന നടത്തുന്നത്. നിലവിലിപ്പോൾ ഈ 4 അംഗ സംഘത്തിൽ ഒരാളുടെ പേര് അനീഷ് എന്നാണ്. അയാളാണ് ഇവിടെ റൂം എടുത്തിരിക്കുന്നത്. ഈ 4 പേരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമികമായ പരിശോധന നടത്തുന്നത്. ഏതായാലും മരിച്ച സോളമൻ, കൊല്ലപ്പെട്ട സോളമൻ കൊല്ലം സ്വദേശി എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. അദ്ദേഹം ഈ ലോഡ്ജിന് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ലോഡ്ജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ബേപ്പൂർ ഹാർബറിൽ വല നെയ്ത്ത് തൊഴിലാളിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതുപോലെ ഈ ലോഡ്ജിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രാഥമികമായി കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. 4 പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അഭിജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കാലത്ത് വന്നപ്പോൾ 7 മണിക്ക് റൂം തുറന്നു. അവിടെ പുറത്ത് കുറേ രക്തക്കറ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പാൻ തുപ്പിടണ വരേണ്ടി പേർക്ക് അതാവെന്ന് വെച്ച് ഞാൻ ആദ്യം തുണിയൊന്ന് തുടച്ചു നോക്കി. പിന്നെ നോക്കുമ്പോൾ അപ്പുറമൊക്കെ രക്തം കാണുന്നു. മാത്രമല്ല പൂട്ട് അവർ പൂട്ടിയിട്ടില്ല. പൂട്ട് അതിൽ വെച്ചിരിക്കുകയാണ്. രാവിലെ പോകുന്നു പറഞ്ഞാൽ വരും. രാത്രി നാട്ടിൽ പോകും. ഒരാളിവിടെ ഉണ്ടാവും. കാലത്ത് അയാൾ ചാവി തരും എന്നോട് പറഞ്ഞത്. അത് റൂം എടുത്ത ആൾ അനീഷ് എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ കാലത്ത് ഞാൻ വന്നപ്പോൾ ഈ പൂട്ട് പൊട്ടിച്ചിട്ടില്ല. പൂട്ട് ലോക്ക് ചെയ്തിട്ടില്ല. അദ്ദേഹം ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ബോഡിയാണ് കാണുന്നത്. അല്ല, ഇവർ 4 പേരുള്ള റൂമാണ് ഉള്ളത്. പിന്നെ അവർ വേറെ ലോഡ്ജിൽ നിന്ന് ആളിവിടെ വന്നതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അവർ ഇവിടെ രാത്രി പോകുമെന്ന് പറഞ്ഞതാണ്. രാവിലെ ഒരാളുണ്ടാവുമെന്ന് പറയും. ആ ആളാണ് മിസ്സിങ് ഇപ്പോൾ.